കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി, തൻ മക്കളെല്ലാം സ്വർഗലോകം പോകിടാറായി. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി, തൻ മക്കളെല്ലാം സ്വർഗലോകം പോകിടാറായി. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി, തൻ മക്കളെല്ലാം സ്വർഗലോകം പോകിടാറായി. 109 സങ്കീർത്തനം 17 വാക്യം. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ടകന്നു പോയി. സങ്കീർത്തനത്തിലുള്ള ഈ വാക്യം നമുക്ക് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ മനസ്സിലാക്കുവാൻ കഴിയും. ശാപം ആഗ്രഹിക്കുന്നവരാരും ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. എന്നാൽ ശാപം ആഗ്രഹിക്കുന്നവർ ഇല്ലെങ്കിൽ പോലും ഇന്ന് അനേകർ ശപിക്കപ്പെട്ടവരായി തീരുകയാണ്. അനുഗ്രഹം എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷേ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുന്നില്ല. അനുഗ്രഹവും ശാപവും ഇത് രണ്ടും തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകം 27, 28 അധ്യായങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹവും, അതേസമയം യഹോവയുടെ ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും അനുസരിക്കാതെ ദൈവഹിതത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ശാപവും നമുക്ക് വിശദമായി അധ്യായങ്ങളിൽ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഗ്രഹവും ശാപവും ദൈവം വെച്ചിരിക്കുന്നത് എന്നത് ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 29 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ട് പോയിരിക്കുന്നു. കനാന്യ കുടുംബത്തിൽ അഥവാ സുറ ഫൊയ്നിക്കിയ ജാതിയിൽപ്പെട്ട ഒരു പുറജാതി സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. യെരുശലേമിന് പുറത്ത് കർത്താവായ യേശു ക്രിസ്തു സോരിൻ്റെയും സീദോന്റെയും അതിർനാട്ടിൽ കടന്നിരിക്കുകയാണ്. അവിടെ യേശുവിൻ്റെ വാർത്ത കേട്ട് ഈ പുറജാതിയിൽപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവളുടെ ആവശ്യം വളരെ വലുതാണ്. അവളുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുകയാണ്. യേശുവിനെക്കുറിച്ചുള്ള വാർത്ത അവൾ കേട്ടിട്ടുണ്ട്. യേശുവിന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും. പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് യേശുവിന് മാത്രമേ മനുഷ്യരെ മോചിപ്പിക്കൂ കഴിയുള്ളൂ എന്നുള്ള വാർത്ത അവൾ കേട്ടിട്ടുണ്ട്. അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവളുടെ ആവശ്യം യേശുവിനോട് പറയുന്നു. യേശുവിൻ്റെ മറുപടി നിരാശാജനകമായിരുന്നു. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. ഞാൻ ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പുറജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് തുറന്നു പറയുമ്പോൾ ഇവിടെ സ്ത്രീയുടെ വാക്കുകൾ അവളുടെ വിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുള്ള വാക്കുകളായിരുന്നു. കർത്താവ് അവളുടെ വിശ്വാസത്തിൻ്റെ ഔന്നത്യം മനസ്സിലാക്കി. ആ വിശ്വാസം യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് കർത്താവ് ഗ്രഹിച്ചു. പുറജാതികളോടുള്ള അവജ്ഞ, യഹൂദന്മാർക്കുള്ള അവജ്ഞ ഈ സ്ത്രീ മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, അവളുടെ പ്രതികരണം എന്ത് എന്നറിയുവാനും കർത്താവ് ആഗ്രഹിച്ചു. പുറജാതികളോടുള്ള അവജ്ഞ വളരെ വലുതാണ് എന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ പറയുന്നത്, മക്കളുടെ അപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നായ്ക്കുട്ടികൾക്കൊരവകാശമുണ്ട്. ആ അവകാശം മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ കഷ്ണങ്ങൾക്കാണ്. എച്ചിലിന് വേണ്ടി കടിപിടി കൂട്ടുന്ന നായ്ക്കളെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിനോട് ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ, കർത്താവേ, മേശയിലെ അപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ശപിക്കപ്പെട്ടവളാണ്, ഞാൻ അതിന് അവകാശമുള്ളവളല്ല, എങ്കിൽ പോലും മേശയിൽ നിന്ന് വീഴുന്ന ആ നുറുക്കുകൾ തിന്ന് നായ്ക്കുട്ടികൾ തൃപ്തി വരുന്നത് പോലെ എന്നെ സഹായിക്കണമേ, എൻ്റെ മകളുടെ ആവശ്യം നിറവേറ്റിത്തരണമേ എന്ന് അവൾ വിശ്വാസത്തോടുകൂടെ കർത്താവിനോട് പറയുമ്പോൾ, അവൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാതെ ആ വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ, ആ വിശ്വാസത്തിൻ്റെ സ്ഥിരത അവളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ കർത്താവിന് അവളെ വിട്ടൊഴിയുവാൻ കഴിയുമായിരുന്നില്ല. കർത്താവിനോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക. അവൾ പോയി. കർത്താവിൻ്റെ വാക്ക് പോലെ സംഭവിച്ചു. ഭൂതോപദ്രവം കഠിനമായിരുന്ന അവളുടെ മകൾക്ക് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു. വിശ്വാസത്തിൻ്റെ ഒരു വാക്കിന്
നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുവാനായിട്ട് സാധിക്കും. ശാപം അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസത്തിലൂടെയാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപനിമിത്തം ശപിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ ശാപഗ്രസ്തരായി തീർന്നവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ശാപം അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുകയാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു. നമ്മുടെ ശാപം മാറ്റുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പുറജാതി നായ്ക്കളായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ മക്കൾ എന്ന അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരത്തക്ക നിലയിൽ, പുത്രനോടുകൂടെ കൂട്ടവകാശികളായി തീരത്തക്ക നിലയിൽ ദൈവം നമ്മോട് കരുണ കാണിച്ചു. നമുക്കിന്ന് ക്രിസ്തുവിൽ കൂടെ ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. കർത്താവിന് നമുക്ക് മഹത്വം കരയറ്റാം. ഓ കർത്താവേ, ഞാൻ ശപിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തത് അവിടുന്ന് എനിക്ക് വേണ്ടി ശാപമായി മാറ്റപ്പെട്ടതുകൊണ്ടാണ്. എൻ്റെ പാപം നിമിത്തം, എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം, ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാത്തത് നിമിത്തം ഞാൻ ശപിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി ശാപകരമായ മരണം അവിടുന്ന് ക്രൂശിൽ അനുഭവിച്ചതുകൊണ്ട്, എൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തതുകൊണ്ട് അങ്ങേക്ക് മഹത്വം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. ശപിക്കപ്പെട്ടവരായിരുന്നു നമ്മെ സകലവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറച്ച് ആത്മീയ സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്ന കർത്താവിന് സർവമഹത്വം അർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമനിമിത്തം ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിപ്പാനിടയായല്ലോ. നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾക്ക് അവകാശമുള്ളതുപോലെ, എച്ചിൽ കഷണങ്ങൾക്കെങ്കിലും അവകാശമുള്ള നായ്ക്കുട്ടികളെ പോലെ കർത്താവേ, ആ സ്ത്രീയുടെ വാക്കുകൾ അവളുടെ വിശ്വാസത്തിൻ്റെ ഔന്നത്യം വെളിപ്പെടുത്തുകയായിരുന്നല്ലോ. അവൾ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുവാൻ അവിടുന്ന് മുഖാന്തരമാക്കി തീർത്തതുകൊണ്ട് സ്തോത്രം. ഇന്നും വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടാത്തവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരുടെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. വിശ്വാസത്തോടുകൂടെ ഒരു വാക്ക് അവർ കർത്താവിനോട് പറഞ്ഞ് അവരുടെ ശാപം ഏറ്റുവാങ്ങിയ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിപ്പാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ